നമസ്കാരം. ഇന്ന് വയനാടാണ് വിഷയം. വയനാട് എന്റെ നാടാണ്. ഞാൻ പിച്ചവെച്ച നാട്, എന്റെ മണ്ണ്. അതുകൊണ്ട് തന്നെ വയനാടിനോട് എപ്പോഴും ഒരു പ്രിയമുണ്ട്. അത് ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് എപ്പോഴും ഇത്തിരി ഇഷ്ടം കൂടുമല്ലോ നമുക്ക്. ആ വയനാട് ഇന്നിപ്പം അങ്ങനെ കംപ്ലീറ്റ് ചർച്ചയായിപ്പെടുത്തും. നല്ല കാര്യം. പക്ഷെ ആ ചർച്ച ഒരു സുഖകരമായിട്ടുള്ള രീതിയിലല്ല പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. വയനാട് ഇപ്പം ഞാനൊക്കെ എന്റെ കുഞ്ഞിലെ വയനാടിനെ കുറിച്ച് പാടിപ്പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറയുന്നത്, നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ മേട് ഈ വയനാട്, വയനാട് 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 വയനാട്. ചെറുപ്പത്തില് പാടി നടന്ന പാട്ടുകളാ. അപ്പൊ വയനാടിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നിന്ന് വേണം വയനാടിനെ നമ്മൾ വിലയിരുത്താൻ വേണ്ടിയിട്ട്. എന്റെ സ്കൂളും എന്റെ കോളേജ് ജീവിതവും ഒക്കെ വയനാട്ടിലാണ്. അതിന് കേവലം ഒരു പേരുമാറ്റം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ചിന്തിക്കാൻ പാടില്ല. ഗണപതി വട്ടമോ സുൽത്താൻ ബത്തേരിയോ എന്നുള്ള വിഷയമല്ല ഇപ്പൊ വയനാടിനുള്ളത്. വയനാടിന്റെ കാർഷിക രംഗം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയമാണ്. കാലാവസ്ഥ വ്യതിയാനം വയനാടിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ കേവലം ഇന്ന് ചർച്ചപ്പെടേണ്ടിരുന്നത്, വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിരുന്നത് ഗണപതി വട്ടം മാറ്റി, അല്ല സുൽത്താൻ ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കുക എന്നുള്ള ഒരു പ്രക്രിയ അല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അവിടെ ജനിച്ചു വളർന്ന ആളെന്ന നിലയിൽ നമ്മൾ വിഷയങ്ങളിൽ നിന്ന് മാറാനും ഈ ഇലക്ഷന്റെ അവസാന ഘട്ടത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട് കൊണ്ടുവരുവാനുമേ അതിന് സാധിക്കൂ എന്ന് തോന്നുന്നു. സുൽത്താൻ ബത്തേരി ഒരുപക്ഷെ എന്റെ അഭിപ്രായത്തിൽ സുൽത്താൻ ബത്തേരിയായിട്ട് തന്നെ നിൽക്കണം. കാരണം ടിപ്പുവിന്റെ അക്രമത്തിന്റെ ഒരു അടയാളമാണ് സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിൽ എന്തുകൊണ്ട് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, സുൽത്താൻസ് ബാറ്ററി, സുൽത്താന്റെ പട്ടാള ക്യാമ്പായിരുന്നു സുൽത്താൻ ബത്തേരി. ആ അർത്ഥത്തിൽ ബ്രിട്ടീഷുകാരിട്ട പേരാണ് സുൽത്താൻ ബത്തേരി. അതിന്റെ മുന്നിലുള്ള പേര് ശരിയാണ്, ഗണപതി കോവിലുള്ള സ്ഥലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്നു. അതിലൊന്നും തർക്കമില്ല. ഇത് തർക്കമുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ടിപ്പു സുൽത്താൻ തകർത്തതാണ് ആ ജൈന ടെമ്പിൾ എന്നുള്ളതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം അത് അവിടെ പുരാവസ്തുവായിട്ട് ബത്തേരിയിൽ ആ ടെമ്പിൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ഒരു ക്ഷേത്രമല്ല തകർത്തത്, 8000 ക്ഷേത്രങ്ങൾ തകർത്ത മാന്യദേഹമാണ് ടിപ്പു സുൽത്താൻ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 10,000-കണക്കിന് ഹൈന്ദവരെ നിർബന്ധപൂർവം മതം മാറ്റിയ വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ. അക്കാര്യത്തിലും ഒരു സംശയവും വേണ്ട. നിർബന്ധിതമായി പശുമാംസം ഹൈന്ദവരെ കൊണ്ട് തീറ്റിച്ചവനാണ് ടിപ്പു സുൽത്താൻ. അക്കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. ഈ ടിപ്പു സുൽത്താൻ കാരണം ഗുരുവായൂരപ്പനെ തോളിലേറ്റിക്കൊണ്ട് ഓടിപ്പോയ ചരിത്രമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ തങ്ങളുടെ പട്ടിക്ക് ടിപ്പു എന്ന് പേരിട്ട കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തുകൊണ്ടായിരിക്കണം പട്ടിക്ക് ടിപ്പു എന്ന് പേരിട്ടത്? മലബാറിലെ മിക്ക കുടുംബങ്ങളിലും പട്ടിയുടെ പേര് ടിപ്പു ആയിരുന്നു. അതിലും യാതൊരു സംശയവുമില്ല. അപ്പൊ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം.
ധാരാളമാണ്. ടിപ്പുവിന്റെ ക്രൂരതകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്നത് മലബാറാണ്. മലബാറിലെ ജനങ്ങൾ ഇന്നും ടിപ്പു തകർത്തുകൊണ്ടിരിക്കുന്ന ഓരോ ക്ഷേത്രവും കല്ലിനോട് കല്ല് ചേർന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ആരും മറക്കണ്ട. അത്തരം പല ക്ഷേത്രങ്ങളുടെയും ഉയർച്ചയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പോയ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തിന്റെ മണിക്കറിൽ നിന്ന് 40ഓളം തലയോട്ടികൾ കിട്ടി എന്നുള്ള വസ്തുതയും എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. മലബാറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും വലിയ ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ തകർത്തിരുന്നു. അവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ചിരുന്നു. അക്കാര്യത്തിലൊന്നും ഇനി എങ്ങനെ പോയാലും ചരിത്രത്തിന്റെ ഇഴകീറി പരിശോധിച്ചാലും ടിപ്പു ഒരു നരാധമനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. വാര്യംകുന്നിനെ നമ്മൾ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ ടിപ്പുവിനെ മലബാറിലെ ഹൈന്ദവർ കാണുന്നത്. യാതൊരു സംശയവും വേണ്ട, അക്കാര്യത്തിലും സംശയം വേണ്ട. 2 ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു, ബാക്കി 8000 ക്ഷേത്രങ്ങൾ തകർത്തു. അതുകൊണ്ട് ഒരാൾ മാന്യനാവില്ല, ക്ഷേത്ര സ്നേഹിയാവില്ല. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രം ഇഴകീറി ധാരാളം മനുഷ്യർ പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ഓരോ ദിവസവും കൊന്നൊടുക്കിയ ഹൈന്ദവരുടെയും മതം മാറ്റിയ ആളുകളുടെ എണ്ണമടക്കം എഴുതിയ കത്തുകളുടെ രേഖ ഇന്ന് പുരാവസ്തു വകുപ്പിൽ ഉണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റിമറിച്ച് കളയാൻ പറ്റില്ല. അതുകൊണ്ട് ടിപ്പു സുൽത്താനെ ആരും വെള്ളപൂശാനൊന്നും ശ്രമിക്കേണ്ട. ടിപ്പു സുൽത്താൻ മലബാറിനെ സംബന്ധിച്ചോളം ഒരു നല്ല വ്യക്തിയല്ല. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. ടിപ്പു എവിടെയൊക്കെ പടം നയിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഗുരുവായൂർ എന്താണ് ആ പ്രത്യേകത നോക്കുക. ഗുരുവായൂരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്തായിരുന്നു, മലബാറിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്തായി മാറി. ടിപ്പു എവിടം വരെ പോയിട്ടുണ്ടോ അവിടം വരെയുള്ള ജനസംഖ്യയുടെ തോതൊന്ന് പഠിച്ചാൽ ഇത് വ്യക്തമാകും. ആലുവ പുഴയുടെ തീരത്തുനിന്ന് വിട്ടുകൊണ്ട് ഓടിപ്പോയ ടിപ്പു ആലുവയുടെ അപ്പുറത്തേക്ക് കടന്നിട്ടില്ല. ടിപ്പുവിന്റെ ഓർമ്മയ്ക്കൊരു ഉഗ്രൻ അടയാളം തിരുവനന്തപുരത്തുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പില് 2 മുട്ടനാടുകളുടെ ഒരു ക്ലോക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ചരിത്രത്തിലുണ്ട്. ടിപ്പു ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. മലയാളികൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അതൊക്കെ ശരിയാണ്. ഇപ്പോ അതും ഗണപതി വട്ടത്തിന്റെ പേരും മാറ്റവുമായിട്ടുള്ള ബന്ധം നമുക്ക് തൽക്കാലം ചർച്ച ചെയ്യപ്പെടാതിരിക്കും. കാരണം ടിപ്പു സുൽത്താനെ കുറിച്ച് ചർച്ച ചെയ്യാം. മറ്റൊന്ന്, പേരുമാറ്റൽ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഈ കോഴിക്കോട് സാമൂതിരിയുടെ ഒരു ക്ഷേത്രത്തിനടുത്തൊരു ഹാളുണ്ടായിരുന്നു, ജൂബിലി ഹാൾ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുഴുവൻ ഓർമ്മയ്ക്കായിട്ട് പണിത ഹാളാണ് ജൂബിലി ഹാള്. അതിന്റെ പേര് അടുത്ത കാലത്ത് മാറ്റി, കോഴിക്കോട് കോർപ്പറേഷനാണ് മാറ്റിയത്. അത് മാത്രമല്ല, അതിനു മുമ്പ് നമ്മള് ഗൂഗിളില് കോഴിക്കോട് ആ ഭാഗം, നമ്മുടെ സാമൂതിരി ടെമ്പിളിന്റെ ഭാഗം ഒന്ന് അടിച്ചു നോക്കിയാൽ അതിന്റെ പേര് മർക്കസുദ്ദവയായിരുന്നു. കുറച്ചു കാലം മുമ്പ് ഞങ്ങളെല്ലാം കൂടി കൂടിയിട്ടാണ് ആ മർക്കസുദ്ദവ എന്നുള്ള പേര് ആ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റിയത്. അപ്പൊ അതേപോലെ കോഴിക്കോട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ മാറ്റിയ പേരുകൾ ഒരുപാടുണ്ട്. കോർട്ട് റോഡിന്റെ പേര് മാറ്റി, പല പേരും കമ്മ്യൂണിസ്റ്റുകൾ മാറ്റിയിട്ടുണ്ട് ഈ കോഴിക്കോട്. പക്ഷെ അവിടെയൊന്നും ആരും പ്രതികരിച്ചു കണ്ടില്ല. എനിക്ക് സങ്കടമുണ്ട്. നമ്മുടെ തളി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ജൂബിലി ഹാളിന്റെ പേര് മാറ്റിയത് സങ്കടമുണ്ട്. മാറ്റാൻ പാടില്ലായിരുന്നു. തളി ക്ഷേത്രത്തിന്റെ വകയായിരുന്ന ഭൂമിയായിരുന്നു അത്. അവിടെ ജനങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി തീണ്ടാരിക്കുളം എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. ആ തീണ്ടാരിക്കുളത്തില് അത് നികത്തിയിട്ടുണ്ടാക്കിയതാണ് ജൂബിലി ഹാള്. ആ ജൂബിലി ഹാളിന്റെ പേരെന്താണ് ഇന്നൊന്ന് അന്വേഷിച്ചു നോക്കൂ.
അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യത്തിന് പേര് മാറ്റിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പേര് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ പേര് മാറ്റുന്നത്, സുരേന്ദ്രൻ പറഞ്ഞു പേര് മാറ്റുന്നത് അതുകൊണ്ട് ഇത് ഏതാണ് ന്യൂനപക്ഷങ്ങളോട് ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷത്തെയും നമ്മൾ തെറ്റിക്കാനുള്ള അടവാണ് എന്ന് പറഞ്ഞ് ബഹളുണ്ടാക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ കോഴിക്കോട് ചെയ്യുന്ന അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോഴിക്കോട് ചെയ്യുന്നത്, കോഴിക്കോട് മാറ്റിയ പേരുകൾ ഒന്ന് തന്റെ അടുത്തോടൊന്ന് പുറത്തു വിട്. ഏതൊക്കെ റോഡ്? മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞിട്ട് റോഡ് മാറിയല്ലോ. ആ റോഡിന്റെ പേര് നേരത്തെ എന്തായിരുന്നു? അപ്പോ പേര് മാറ്റി കളിക്കാൻ ഏറ്റവും മിടുക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. പക്ഷെ ഈ പേര് മാറ്റിയപ്പോ, ഈ ജൂബിലി ഹോളുടെ പേര് മാറ്റിയപ്പോഴോ, ഇവിടുത്തെ റോഡുകളുടെ പേര് മാറ്റിയപ്പോഴോ സാംസ്കാരിക കുരയ്ക്കന്മാർ, അങ്ങനെ പറയില്ല നല്ലത്, സാംസ്കാരിക കുരയ്ക്കന്മാരൊന്നും അനങ്ങിയിട്ടില്ല. ഈ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കോർപ്പറേഷൻ കോഴിക്കോടിലെ അങ്ങാടിയിലെ മുഴുവൻ പേര് മാറ്റിയപ്പോൾ ഒരു സാംസ്കാരിക കുരയും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ സുരേന്ദ്രൻ അവിടെ ഗണപതി വട്ടം വാക്കണം എന്ന് പറയുമ്പോൾ സാംസ്കാരിക നായന്മാര് പറന്നു വന്ന് ഭയങ്കര ബഹളമാണ്. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പേര് മാറ്റണം എന്നൊന്നും ആവശ്യപ്പെടുന്ന കൂട്ടത്തിലല്ല. കാരണം വയനാടിന്റെ പ്രശ്നം അത് മാത്രമല്ല. ഇപ്പൊ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിയതുകൊണ്ട് വയനാട്ടിന് ഒരു ഗുണവും സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷെ ഇത് മുതലെടുക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും വരണ്ട എന്നുള്ളൊരു കാര്യം ഇവിടെ തീർത്തു പറയാം. കാരണം നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് മാറ്റലിന് ഈ പറയുന്ന മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഞെളിഞ്ഞു വന്ന് ചാനലിൽ ചർച്ചയിൽ വന്നിട്ട് അയ്യോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. പേരുമാറ്റത്തിന്റെ ആൾക്കാർ ഇന്ന് കേരളത്തിൽ മാറ്റപ്പെടേണ്ട പേരുകൾ സുൽത്താൻ ബത്തേരിയേക്കാളും പെട്ടെന്ന് മാറ്റേണ്ട ഒരുപാട് പേരുകളുണ്ട്. പാകിസ്ഥാൻ മുഖൊക്കെ ഇന്നും കേരളത്തിലുണ്ട്. പാകിസ്ഥാന് ബന്ധപ്പെട്ട ഒരുപാട് പേരുകൾ ഇന്നും കേരളത്തിലുണ്ട്. അന്വേഷിക്കണം. ആ പേരൊക്കെ ആദ്യം മാറ്റട്ടെ. കാരണം രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ ഇട്ട പേരുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. അതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതേപോലെ ഈ ഒരു പേരുമാറ്റം പറഞ്ഞിട്ട് ടിപ്പു സുൽത്താനെ എല്ലാവരും കൂടി അങ്ങോട്ട് വെള്ള പൂശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വയനാടിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ ജനിച്ചു വളർന്ന ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കറിയാവുന്നതാണ്. ഒന്ന്, ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് കാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതലും. മാനന്തവാടി, പുൽപ്പള്ളി, ബത്തേരി, അങ്ങനെ തുടങ്ങിയ വൈത്തിരി അടക്കം നിൽക്കുന്ന ഏരിയകളൊക്കെ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയകളാണ്. നമ്മളിപ്പോ കണ്ടു കടുവയും കരടിയും എല്ലാം നാട്ടിലിറങ്ങി വിലസുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത് മാത്രമല്ല വയനാട് കൃഷിയുടെ കാര്യത്തിൽ വയനാട്ടില് ഇപ്പൊ മുളകുമില്ല, കാപ്പിയുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് വയനാട്ടിലുള്ളത്. കൃഷികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വയനാട്ടിലുണ്ട്. മൃഗങ്ങളുടെ ശല്യം കാരണം ഒരു ഏരിയയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെ വയനാട് വികസിച്ചു എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല. ഇന്നും വയനാട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയും കൊണ്ട് എങ്ങോട്ടാ ഓടേണ്ടത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓടണം. മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ വയനാട്ടില് ട്രീറ്റ്മെന്റ് കിട്ടില്ല. അത് കോഴിക്കോട്ടേക്ക് ഓടണം. അത് സത്യമായിട്ടുള്ള കാര്യം വയനാട്ടിൽ. അപ്പൊ വയനാടിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഊന്നി വേണം. അതല്ലാതെ ഒരു ഗണപതി വട്ടത്തിന്റെ പേര് മാറ്റുന്ന ഇഷ്യൂ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് മാത്രമാണ് ഇലക്ഷൻ അജണ്ട എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കും എന്ന് എല്ലാവരും മനസ്സിലാക്കിയെന്ന്. ഇനി 15 ദിവസമാണ് ഇലക്ഷൻ ഉള്ളത്.
പ്രചരിപ്പിക്കാനുള്ള. ആ സമയത്ത് ഇത്തരം വിഷയങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല. ഈ വിഷയങ്ങളല്ല ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ വിഷയങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാവുന്ന, അല്ലെങ്കിൽ അതിൽ മാറ്റേഴ്സ് ഇല്ല. ഈ പറയുന്ന കാര്യത്തിൽ ഞാൻ പറയുന്നല്ലേ, അത് അടയാളമായിട്ട് കിടക്കട്ടെ. സുൽത്താൻ ബത്തേരി, ആ സുൽത്താൻ എങ്ങനെയാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നത്? അവിടെ വരുന്ന ആൾക്കാർക്ക് ആ ജൈന ടെമ്പിൾ കാണുമ്പോൾ എന്തായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ അടയാളമായിട്ട് അത് അവിടെ നിൽക്കട്ടെ. ഒരു ക്രൂരനായ മനുഷ്യനാണ്, ക്ഷേത്രങ്ങൾ തകർത്തവനാണ്. അതിന് ഏറ്റവും മകുടോദാഹരണമാണ് ഈ പറയുന്ന ഒരു നല്ല ടെമ്പിളാണ് ടിപ്പുവിൻ തകർത്ത ടെമ്പിൾ. അതേപോലെ ധാരാളം ടെമ്പിളുണ്ട്. ആ ടെമ്പിളൊക്കെ, ആ തകർത്ത ടെമ്പിളുകളൊക്കെ ഒന്ന് നമുക്ക്, ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി പുനരുദ്ധിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നാട്ടുകാർ നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്കും കൈകോർക്കാം. അതാണ് ഏറ്റവും നല്ല കാര്യം. മറ്റ് വിഷയങ്ങൾ ഈ പറഞ്ഞതുപോലെ നാം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഇതൊന്നുമല്ല. ഒരു പൊതു തെരഞ്ഞെടുപ്പ്, അതും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നെനിക്ക് തോന്നുന്നുമില്ല. വലിയ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഈ പറയുന്ന പോലെ വർഗീയ ധ്രുവീകരണം യഥാർത്ഥത്തിൽ എവിടെയാണ് സംഭവിക്കുന്നത്? ആരാണ് ഈ വർഗീയ വോട്ട് കച്ചവടം നടത്തുന്നത്? അതല്ലേ പുറത്തേക്ക് വരേണ്ടത്. ഇടതും വലതും ഒരുപോലെ തന്നെ ഈ പ്രീണനം നടത്തുമ്പോൾ അതിന് അഗ്നി ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമല്ല എന്നുള്ളതാണ് ഒരു സാമാന്യ വോട്ടർ, ബോധമുള്ള വോട്ടർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുക. വയനാട്ടിലെ വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിലേക്ക് എത്തി നോക്കി ആ വിഷയങ്ങൾ ഇടപെടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഞങ്ങളൊക്കെ വയനാടിനെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരാവുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല പോലെ വയനാട് ജില്ല. ഒരു കാലത്ത് സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി അറബികളും യൂറോപ്യന്മാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വയനാടിന്റെ ബലമാണ്. കോഴിക്കോട് എന്ന നഗരം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വയനാടിന്റെ ഗുണം കൊണ്ടാണ് ഉണ്ടായത്. ചരിത്രത്തിലേക്ക് ശരിക്കും നോക്കണം. ഇന്നത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വയനാട്ടിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ആ രംഗത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ന് ചിന്തിക്കണ്ടേ. വയനാട്ടിലെ ഇഞ്ചി കൃഷി എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? വയനാട്ടിലെ കാപ്പിക്ക് എങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും? വയനാട്ടിലെ കുരുമുളക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഗന്ധകശാല നെല്ലെങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? അങ്ങനെ വൈവിധ്യമുള്ള, കാർഷികമായിട്ട് വൈവിധ്യമുള്ള ഒരു ഇടമാണ് വയനാട്. ലോകത്തിന്റെ നെറുകയിൽ ഇനിയും എത്തിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് വയനാട്. കാരണം അവിടുത്തെ കാലാവസ്ഥ, ആ കാലാവസ്ഥ വ്യതിയാനത്തെ തിരിച്ച് നമുക്ക് ആ വ്യതിയാനത്തെ മാറ്റി നിർത്തി തിരിച്ച് വയനാടിന്റെ തണുപ്പ് കൊണ്ടുവരാൻ വയനാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കേണ്ടുന്ന കാലഘട്ടമാണിത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വയനാടിന് പഴയ പെരുമ, വയനാടിന് മാത്രമല്ല വയനാടിന്റെ പെരുമയിൽ കോഴിക്കോടിനും ആ പെരുമയുണ്ടാവും. ഇന്ന് ആ കോഴിക്കോടിന് ആ പെരുമയില്ല. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്ന് പറയാൻ കാരണമായിട്ടുള്ള വയനാട്ടിൽ അതില്ലാത്തത് കാരണം ഇന്ന് വൈദേശികർ വരുന്നത് വെറും ടൂറിസ്റ്റുകളായിട്ട് മാത്രമാണ്. അവര് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തേടി വരേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് വന്നിരുന്നു, ഇനിയോ അത് നമുക്ക് വരുത്താൻ കഴിയും. വയനാടിന്റെ ഉൽപ്പന്നങ്ങൾ തേടി വയനാടിന്റെ ആ സമൃദ്ധമായ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായി മാറുകയാണെങ്കിൽ വെറും ടൂറിസ്റ്റുകളല്ല, വയനാടിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അവിടേക്ക് ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. ആ സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടുന്നത്. അവിടെ ഇടതോ വലതോ ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ കാപ്പിയുടെ പേര് പോലും അറിയില്ല.
ഏതൊക്കെ ഇനം കാപ്പിയുണ്ട്, ഏതൊക്കെ ഇനം കുരുമുളകുണ്ട് എന്നൊന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാമോ നിങ്ങൾക്ക്? ബബ്ബടിക്കും. വയനാടിന്റെ ഒരു അവസ്ഥ അറിയാത്ത ആളാണ് രാഹുൽ ഗാന്ധി. അത് മനസ്സിലാക്കണം. വയനാട്ടിലെ ജനജീവിതം എന്താണ്, അവിടെ കുടിയേറ്റ കർഷകരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടില് ഇലക്ഷന് ഈ പ്രചാരണത്തിന് മുന്നിൽ 2 ദിവസമാണ് വരുന്നത്. MP ആയി കഴിഞ്ഞാലും വയനാട്ടിലോട്ട് രാഹുൽ ഗാന്ധി വരുമോ? അവിടെ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല. എന്റെ അഭിപ്രായത്തിൽ വയനാടിനെ അറിയുന്ന, വയനാടിന്റെ ഇത് അവിടെ സുരേന്ദ്രൻ ജയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഞാനിപ്പോ ഒരു വ്യക്തമായ രാഷ്ട്രീയത്തിന്റെ ആളല്ലാത്തതുകൊണ്ട് സുരേന്ദ്രൻ ജയിക്കണമെന്നോ ആര് ജയിക്കണോ എന്നല്ല പറയുന്നത്. പക്ഷെ വയനാടിന് മാറ്റമുണ്ടാവണമെങ്കിൽ എന്റെ ഒരു നാട് എന്ന നിലയ്ക്ക് വയനാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, വയനാടിന്റെ കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമാക്കുന്ന നടപടികളുണ്ടാവണം. ഏറ്റവും നന്നായി ടൂറിസം കൊണ്ടുപോകാവുന്ന ഒരു സ്ഥലം, മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും നന്നായിട്ട് നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള കൃഷി, ആ കൃഷി അവിടെ പ്രോത്സാഹനം കൊടുക്കുകയും ആ ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ കോണുകളിലേക്ക് എത്തും. എനിക്കറിയാം, ഞാൻ പറയുന്നു, അതായത് ലോകത്ത് അങ്ങനെ ഒരു അരി കിട്ടാവില്ല. നമ്മള് ഗന്ധകശാല എന്ന് പറയുന്ന ആ അരിയോളം മേന്മയുള്ള അരി, സുഗന്ധമുള്ള അരി ഞാനെവിടെയും കണ്ടിട്ടില്ല. ഞാൻ പല ജാതി അരിയും നോക്കിയിട്ടുണ്ട്. ഒന്ന് തിരുമ്മി അത് മൂക്കിലേക്ക് വെച്ചിക്കുമ്പോൾ നല്ല നറുനെയ്യിന്റെ ഗന്ധമുള്ള ഗന്ധകശാല. ഇന്ന് ഞാൻ ഗന്ധകശാല വാങ്ങിക്കണമെങ്കിൽ എവിടെയെങ്കിലും തപ്പി പിടിച്ചാലേ എനിക്ക് 2 കിലോ ഗന്ധകശാല കിട്ടുള്ളൂ. കൊല്ലത്തിൽ നേരത്തെ എനിക്ക് കൊല്ലത്തിൽ എൻ്റെ ഒരു അധ്യാപകൻ കൊല്ലത്തിൽ 4-5 കിലോ അരി തിരുമായിരുന്നു. അങ്ങനെ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് വയനാട്. മനസ്സിലാക്കണം. ആ വയനാട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ കേവലമായിട്ടുള്ള ഒരു തർക്കത്തിന് പോകുന്നതല്ല ബുദ്ധി. വയനാട്ടിൽ ജയിക്കുവോ തോൽക്കുവോ അതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ വയനാടിന്റെ പ്രശ്നങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ഷൻ സമയത്തെങ്കിലും വയനാടിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ഈ ഗണപതി വട്ടം ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത്, ഗണപതി വട്ടം ഞാൻ കുറച്ച് കാണുന്നതല്ല. ഗണപതി വട്ടം ഞങ്ങളുടെ ക്ഷേത്രമാണ്, ബത്തേരിയിലെ ക്ഷേത്രമാണ്, ബത്തേരിയുടെ ഹൃദയഭാഗത്തുള്ള ക്ഷേത്രമാണ്. അതിൽ യാതൊരു സംശയമില്ല. മാരിയമ്മൻ കോവിലും അതുപോലെ പ്രിയപ്പെട്ട ക്ഷേത്രങ്ങൾ തന്നെയാണ്. അവിടെ ഒന്നിനോട് നമുക്ക് അപ്രിയമില്ല, അവിടുത്തെ പള്ളികളോടോ. കാരണം വയനാട് അങ്ങനെ, ഞാൻ വയനാട്ടിൽ ജനിച്ചത് കൊണ്ട് തന്നെ അറിയാം, അവിടെ ഈ കുടിയേറ്റ കർഷകരായിരുന്നു. അവിടെ ജാതിയോ മതമോ ഒരു കാരണവശാലും നേരത്തെ, ഇപ്പോഴല്ല, ഇപ്പൊ ചില കോണുകളിൽ തല മുക്കിയിട്ടുണ്ടെങ്കിലും മുൻപ് അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും കുടിയേറി പാർത്ത എന്റെ പിതാവൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഈ കാടിനോട് മല്ലിട്ട്, മൃഗങ്ങളോട് മല്ലിട്ട് വളർന്നു വന്ന ഒരു സമൂഹത്തിന്റെ പിന്തലമുക്കാരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയാം. വയനാടിന്റെ ഓരോ കോണിലും അന്തി ഉറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇടയ്ക്കൽ ഗുഹയിലെ വരെ അന്തി ഉറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങൾ. അങ്ങനെ നനുത്ത ഓർമ്മകളുള്ള, തണുപ്പുള്ള, ആ തണുപ്പ് തീക്കാഞ്ഞ അന്നൊക്കെ ഞങ്ങൾ അങ്ങനെയാ. കൊടും തണുപ്പാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വിറക് തലേന്നെ ഞങ്ങൾ ഈ ഉണക്ക ഇലകളും ചുള്ളിക്കമ്പുകളൊക്കെ കുട്ടികൾ വാരി കൂട്ടി വെക്കും മുറ്റത്തിന്റെ ഒരു കോണിൽ. എന്നിട്ട് രാവിലെ, കാരണം മദ്രസയിൽ പോകുമ്പോൾ 7 മണിക്ക് മദ്രസയിൽ പോകണം. അപ്പൊ 5-5 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ ഉണക്ക ചില്ലകൾക്ക് തീ കൊടുത്ത് ചുറ്റും നിൽക്കും. അപ്പം മൂത്തോറൻ എന്ന് പറഞ്ഞ എന്റെ ഒരു ജോലിക്കാരുണ്ട്, ഒരുപാട് തീ കാഞ്ഞ മേക്കായും, മേക്കാഞ്ഞ അസ്ഥി കായും, അസ്ഥി കാഞ്ഞ ബുദ്ധി കായും, ബുദ്ധി കാഞ്ഞാൽ ചത്തുപോകും. ഇങ്ങനെ പാടി ഉണർന്ന ഒരു നാടാണ് വയനാട്. അതേപോലെ സന്ധ്യാസമയങ്ങളിൽ എന്റെ വീട്ടിന്റെ അക്കരെയുള്ള കുന്നിൽ നിന്ന് ഇത് കേൾക്കാതിരിക്കില്ല. പണിയര് വൈകുന്നേരങ്ങൾ തുടികൊട്ടി പാടുന്ന നാടായിരുന്നു എന്റെ നാട്. കുറുമര് മുട്ടമ്പുമായിട്ട് ഈ മുയലിനെ വേട്ടയ്ക്കിറങ്ങുന്ന കുറുമരുടെ നാടായിരുന്നു എന്റെ നാട്. മൃഗങ്ങളും മനുഷ്യരും ഒരുമിച്ച് പോയിരുന്ന നാടായിരുന്നു എന്റെ നാട്. ഒരിക്കലും നിലയ്ക്കാത്ത മഴയുള്ള കേരളത്തിലെ ഒരു ഏക ഇടമായിരുന്നു ലക്കിടി. ഓർക്കുന്നുണ്ടോ?
24 മണിക്കൂറും 365 ദിവസവും നൂൽമഴ പെയ്തുകൊണ്ടിരുന്ന നാടായിരുന്നു ലക്കിടി. വയനാടിന്റെ ഗേറ്റ് എത്തുമ്പോൾ മഴയില്ലാത്ത ഒരു ദിവസം പോലും ഞാൻ കുഞ്ഞിനാളിൽ കടന്നുപോയിട്ടില്ല. അത്രയും മനോഹരമായിരുന്ന ഇടമായിരുന്നു വയനാട്. ആ വയനാട് ജില്ല രൂപീകരിച്ചതിന് ശേഷം അവിടെ ഏത് കൃഷിയാണ് അനുയോജ്യമെന്നോ ഏത് രീതിയിൽ കൃഷി ചെയ്യണമെന്നോ യാതൊരു പ്ലാനിങ്ങുമില്ലാതെ കാപ്പിക്ക് വില കുറഞ്ഞപ്പോൾ കാപ്പി വെട്ടി, എന്നിട്ട് കൊക്കോ നട്ടു. കൊക്കോയ്ക്ക് വിലയില്ലാതെ അപ്പോൾ കൊക്കോ വെട്ടി കുരുമുളക് നട്ടു. കുരുമുളകിന് ക്ഷയം സംഭവിച്ചപ്പോൾ കുരുമുളക് വെട്ടി മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ നട്ടു. ഇങ്ങനെ മാറി മാറി ഈ സ്ഥിര വിലയില്ലാത്തത് കാരണം വെട്ടിയും മുറിച്ചും ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്ത് നശിച്ചുപോയ ഒരു ഇടമാണ് വയനാട്. വയനാടിന്റെ ഭാവി അത്ര ഗുണകരമായിട്ട് തോന്നുന്നില്ല. കാരണം കാലാവസ്ഥാ വ്യതിയാനം വളരെ അധികം വയനാടിനെ ബാധിച്ചിട്ടുണ്ട്. വയനാടിന് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കാണേണ്ടുന്ന സ്ഥലമാണ് വയനാട്. ഇടുക്കി പോലെ തന്നെ. ഇടുക്കിക്ക് വയനാടിന് അത്ര ഭംഗിയില്ല എന്ന് പറഞ്ഞു. കർണാടക ബോർഡറുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പൊ വയനാട്ടിൽ നേരത്തെ പറഞ്ഞ ഇന്നിപ്പം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു നിന്ന ഒരു പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ്. രാത്രി സഞ്ചാരം പറ്റാത്ത ഒരു കാര്യം. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് രാത്രി സഞ്ചരിക്കാൻ പറ്റില്ല. അതിന് എന്ത് മാർഗമുണ്ട് എന്ന് ഇത്ര കാലമായിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. ചെറിയ വിഷയമല്ല, അത് വലിയ വിഷയം തന്നെയാണ്. അത്തരം വിഷയങ്ങൾ വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെടണം. അറ്റ്ലീസ്റ്റ് ഈ ഇലക്ഷൻ സമയത്തെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടണം. അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ദുഃഖകരം തന്നെയാണ്, യാതൊരു സംശയമില്ല. വയനാട്ടിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, വയനാടിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ ഇന്ന് ഈ മുന്നണികൾ ഈ പറയുന്ന പോലെ വർഗീയ മുന്നണി ഒരു വശത്ത്, ആ വർഗീയ മുന്നണിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു ചുള്ളിക്കമ്പിന്റെ മുകളിലൊരു തുണിയുറ്റി വെച്ച് ഇതിന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വയനാട് മാറിയിട്ടുണ്ടെങ്കിൽ വയനാടിന്റെ ദുരന്തം അതാണ്. വയനാടിനെ അറിയുന്ന ഒരു MP അവിടെ ഇല്ലാതെ പോകുന്നത് അത് ദുരന്തം തന്നെയാണ്. രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് വയനാടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മറ്റു കാര്യം. വയനാടിനെ അറിയാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ഒരു കത്ത് കൊടുത്തിട്ട് തീരുന്ന പ്രശ്നങ്ങളല്ല വയനാട്ടിലുള്ളത്. വയനാടിന്റെ പ്രശ്നം കുറച്ച് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. ആ രീതിയിൽ തന്നെ വയനാട് ജില്ലയെ കാണണം. മറ്റ് ജില്ലകൾ പോലെ ട്രെയിനിലെത്താൻ പറ്റില്ല, എയർപോർട്ടില്ല. ചുരമൊന്ന് നല്ല മഴ പെയ്ത് ചുരമിടിഞ്ഞാൽ വയനാട്ടിലേക്കുള്ള യാത്ര മുടങ്ങും. ആകെ 2 ചുരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ 2 ചുരങ്ങളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഒരിക്കൽ പോലും മഴക്കാലത്ത് യാത്ര മുടങ്ങാത്ത കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് വയനാട്. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം വയനാട്ടിൽ. അതിനെ കേവലം ഒരു സ്ഥലമാറ്റ പ്രശ്നമായിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത്രേ പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുമ്പം അത് രാഷ്ട്രീയവിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് എന്നൊന്നും ആര് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്റെ നാട് വലുതാണ്. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ആ പെറ്റമ്മയോട് തോന്നുന്ന ഒരു ഇഷ്ടം നമുക്കെപ്പോഴും നമ്മളെ പ്രസവിച്ച് നമ്മൾ ഓടി നടന്ന ഈ പിഞ്ചുകാല് വെച്ച് വളർന്ന ഭൂമിയോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അത് കൂടുതലുണ്ടാവും. ആ കൂടുതൽ ഇഷ്ടം എനിക്ക് വയനാടിനോടുണ്ട്. കാരണം ഞാനാക്കിയത് എന്നെ വളർത്തിയത് വയനാടാണ്. അതുകൊണ്ട് ആ വയനാട്ടില് ഒരു മാറ്റം വരണമെന്നും വയനാടിന് നന്മ വരണമെന്നും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പെട്ടെന്നൊന്നും വരില്ല എന്ന് പറയാം. കാരണം വയനാട്ടിലെ ജനങ്ങൾക്ക് വയനാടിന്റെ ജനങ്ങളുടെ പവറല്ല, വയനാട്ടിലെ വോട്ട് കൊണ്ടല്ല വയനാട്ടിലെ MP തെരഞ്ഞെടുക്കപ്പെടുന്നത്. പകരം കോഴിക്കോട് ജില്ലയുടെ വലിയൊരു ഭാഗവും വയനാട്ടിലേക്കുണ്ട്. അതുകൊണ്ട് കോഴിക്കോടുകാരുടെ താല്പര്യമാണ് മിക്കവാറും വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് ബലമാവുന്നത്. വയനാട് ജില്ലയിലെ വോട്ടർമാരല്ല അവിടുത്തെ MP തെരഞ്ഞെടുക്കുന്നത് എന്നും കൂടിയുള്ള പ്രത്യേകതയുണ്ട്.
മറ്റൊരു ജില്ലയും കൂടി പങ്കിടുന്നുണ്ട് ആ ജില്ലയെ. അതുകൊണ്ട് തന്നെ വയനാടിന് പ്രാതിനിധ്യം കുറയുന്നുണ്ട്. വയനാടിന് പുറമെയുള്ള കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള ഏരിയയിലെ വോട്ടും കൊണ്ടുകൂടിയാണ് അവിടെ എം പി ആവുന്നത്. അതുകൊണ്ട് വയനാട് ജില്ലയ്ക്ക് ഒരു എം പി എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയുടെ മാത്രം എം പി അല്ല, കോഴിക്കോട് ജില്ലയുടെ കൂടി ഒരു എം പി ആണ്. അത് മനസ്സിലാക്കണം. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ വയനാടിന് പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അല്ലാതെ ടിപ്പു സുൽത്താനെ വെള്ളപൂശാനും ഇതിന്റെ പേര് ആരും ശ്രമിക്കുകയും വേണ്ട. ടിപ്പു കൊടിയ ദ്രോഹിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ചരിത്രം അത് ഗഹനമായി ചർച്ച ചെയ്തിട്ടുണ്ട്, അതിന്റെ രേഖകളുണ്ട്. അതിനെ എത്ര വെള്ള പൂശിയാലും ശരി, ടിപ്പു സുൽത്താനായിട്ട് വാണത് വാളിന്റെ ബലത്തിലാണ്, അതിക്രമത്തിന്റെ ബലത്തിലാണ്. അതല്ലാതെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് മാത്രം മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന ടിപ്പു സുൽത്താൻ. അദ്ദേഹം ചെയ്ത ദ്രോഹത്തെ കുറിച്ചും കൂടി നമ്മൾ ആലോചിക്കണം. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം മലബാറുകൾ, പ്രത്യേകിച്ച് മലബാറുകാർക്ക്. മലബാറിന് ഈ ഡെമോഗ്രഫി എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ചരിത്രം ഒരുപക്ഷെ കേരളത്തിന്റെ ഈ സൗഹാർദ്ദ നില തകർക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ. അത് മറന്നു പോകരുത്. എങ്ങനെയാണ് സാമൂതിരി രാജാക്കന്മാർ ഇവിടെ ഇല്ലാതെ പോയത് എന്ന് മറന്നു പോകരുത്. ഇപ്പൊ അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി മാറ്റുമ്പോൾ സാമൂതിരി മഹാരാജാവ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എതിര് നിന്ന ആള് എന്ന് പറയുന്നു. അദ്ദേഹം യൂറോപ്യനായിരുന്നില്ലല്ലോ. രാജാവിന് ഗുരുവായൂരപ്പൻ എന്തായാലും വിദേശത്തു നിന്ന് വന്ന ദേവതയൊന്നുമല്ലല്ലോ. ടിപ്പു സുൽത്താന് ഗുരുവായൂരപ്പനോട് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താണ്? തളി ക്ഷേത്രത്തോട് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താണ്? മലപ്പുറത്ത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളോട് ശത്രു തോന്നേണ്ട കാര്യം എന്താണ്? സ്വാതന്ത്ര്യ സമരം ഇപ്പൊ പറയുന്നത് കേട്ടത് വന്നു 1921 സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കുന്നത് ഈ സുന്നത്ത് ചെയ്യുന്നത് നിർബന്ധമായി പിടിച്ച് സുന്നത്ത് ചെയ്യുന്നതാണോ സ്വാതന്ത്ര്യ സമര രീതി? അതും കൂടി ചിന്തിക്കണ്ടേ? ഈ പറയുന്ന വാര്യംകുന്നനും ടിപ്പു സുൽത്താനും ഒക്കെ ചെയ്തത് അത് തന്നെയാണ്. നിർബന്ധിതമായിട്ട് ഏറ്റവും കൂടുതൽ നായർ പടയാളികളെ ഇല്ലാതാക്കിയ ആളാണ് ടിപ്പു സുൽത്താൻ. അപ്പൊ നമ്മുടെ ആളുകളെ തന്നെ കൊന്ന എന്നിട്ട് പറയുകയാണ് സ്വാതന്ത്ര്യ സമര സേനയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ബ്രിട്ടീഷുകാരെ കൊന്നതിന്റെ 100 ഇരട്ടി ഹൈന്ദവരെ കൊന്നിട്ടുണ്ട് ടിപ്പു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ടിപ്പുവിനെ ഇപ്പോഴും ഇവിടെ ഈ ടിപ്പു എന്നുള്ള പേര് പട്ടിക്ക് ഇടുന്നത്. ഇപ്പോഴും തുടരുന്നുണ്ട് ആ വ്യവസ്ഥ, ആളുകൾ മറന്നുപോയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ സാംസ്കാരിക ആളുകൾ വന്ന് കുരച്ച് ഈ സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ടിപ്പുവിനെ അങ്ങ് വെള്ളപൂശി മഹാനാകാനാണ് ഉദ്ദേശമെങ്കിൽ അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട വ്യക്തിയല്ല ടിപ്പു എന്ന് മനസ്സിലാക്കിയാൽ നല്ല. സാംസ്കാരിക നായകരെ ഇപ്പുറത്തേക്കും ഒന്ന് കുറയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോഴിക്കോട് കോർപ്പറേഷൻ പേര് മാറ്റിയപ്പോ സാംസ്കാരിക നായകന്മാരാരും കുരച്ചു കെട്ടില്ല, ഒന്ന് കുറയ്ക്കണം. നേരത്തെ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ടിപ്പു എന്ന് പറയുന്നവര് ഇവിടത്തെ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതീകമായിട്ട് ജൂബിലി ഹാള് പണിതപ്പോ അത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലേക്ക് മാറ്റുന്നത് എത്ര കണ്ട് നല്ലതാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ. പക്ഷെ അന്ന് BJP ഇതൊന്നും ചർച്ച ചെയ്തില്ല. അതിന് ദുഃഖമുണ്ട്. ഒരു ദിവസത്തെ ഒരു പ്രതിഷേധ പഠനം കൊണ്ട് മാറിയതല്ല, ഒരു പേരും മാറ്റപ്പെട്ടില്ല. അടിയറവ് പറഞ്ഞു. തളി ക്ഷേത്രം ആയിരക്കണക്കിന് ആൾക്കാർ സമരത്തിനിറങ്ങി അവസാനം ആ സമരം തന്നെ അതിന്റെ ബലം നഷ്ടപ്പെട്ടു.
എത്രയോ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ആക്രമണത്തിന് വിധേയമാവുന്നുണ്ട്, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തിരുവെങ്ങൂർ ക്ഷേത്രത്തിലേക്ക് നടന്ന ഇതേപോലെ ഒരു അധിനിവേശ ശ്രമം, അതിന്റെ കൊടിമരം വരെ തകർക്കാൻ നടന്ന ശ്രമം, അവിടെയൊക്കെ എല്ലാവരും മാറിപ്പോവുകയായിരുന്നു. ആരും തന്നെ കൂടെ നിന്നില്ല. അവസാനം ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ കോടതി കയറി ഇറങ്ങി. ഒടുവിൽ കോടതിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ ക്ഷേത്രത്തിന്റെ പ്രശ്നം തീർന്നത്. അന്ന് ടിപ്പുവാണ് തകർത്തെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ടിപ്പുകളുണ്ട്, ഒരുപാട് ടിപ്പുമാരുണ്ട് ഇവിടെ. അത് മറന്നു പോരുത്. ആ ടിപ്പുമാരാണ് ഇപ്പം ഇത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം നിലവിൽ ആവശ്യം, പ്രത്യേകിച്ച് ഇലക്ഷന്റെ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് മറ്റു വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നിന്ന് ഇടതും വലതും എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, ക്ലൈമാക്സിൽ കൊണ്ടുപോയി വെക്കുന്ന, ഇതിനെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസാന നിമിഷങ്ങളാണ്. അപ്പോ ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നാടിനെ സ്നേഹിക്കുന്നവര് ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് മാറാതെ നോക്കേണ്ടുന്നത് ഈ അവസാന നിമിഷത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഞാനീ പറയുന്നത് ബോധമുള്ളവർക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ബോധമുള്ളവർക്ക് മനസ്സിലായാൽ അതിനനുസരിച്ചുള്ള തിരുത്തലുണ്ടായാൽ നന്ന്. വയനാടിനെ ഞാൻ തുടങ്ങിയ പോലെ നാട് നല്ല നാട് മച്ചോ, മഞ്ഞു പെയ്യും നാട്, നാട് നല്ല നാട് മച്ചോ, എങ്കള വയനാടു, ചിട്ടാം ചിട്ടാം കുരുവി ചിണുക്കിട്ടായോ, ചിന്നപ്പുള്ളയെ കാതിലിക്കൊരു ചിണുക്കിട്ടായോ. ഞങ്ങൾ അങ്ങനെ പാടി പടന്ന് ആ വയനാട്ടില് ഇത് പണ്ട് പണ്ട് പരമശിവൻ ദേവന്മാരൊത്തുകൂടി കൃഷി ചെയ്യാൻ വന്ന, ദേവന്മാരൊത്തുകൂടി വേടന്മാരായി വന്ന കഥ പറയും നാട്. അങ്ങനെ ദേവന്മാർ വന്ന് കൃഷി ചെയ്ത സ്ഥലം ആണെന്ന് പറയുന്നു വയൽനാട്. വയനാടല്ല, ശരിക്കും വയൽനാടാണ്. വിവിധ ഇനം, ഇന്ന് ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത വിവിധ ഇനം വിത്തുകളുടെ നാടായിരുന്നു വയനാട്. ഈ കൽപ്പറ്റയുടെ പേരൊന്നും കൽപ്പറ്റയല്ല. കൂടുതൽ പേരുകളും അന്ന് മലയാളത്തിന്റെ ഭാഗമായിരുന്നില്ല വയനാട്, കൂർഗിന്റെ ഭാഗമായിരുന്നു വയനാട്. അത് മനസ്സിലാക്കിയ ഇന്ന് പല പേരുകളും കന്നഡ പേരുകൾ മാറി വന്ന പേരുകളാണ്. കൽപ്പറ്റ എന്നെ മറ്റെന്തൊരു പേരായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. അത് കൂർഗിന്റെ ഭാഗമായിരുന്നു, കർണാടകയുടെ ഭാഗമായിട്ട് നിന്ന ഒരു ഇടമാണ് വയനാട്. അതിന് കേരളത്തിന്റെ പശ്ചാത്തലം വളരെ കുറവാണ്. കുടിയേറ്റ ആളുകളുടെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100-150 വർഷം കൊണ്ടാണ് അവിടെ കുടിയേറ്റം നടന്നിട്ടുള്ളത്. അതിനു മുന്നേ അവിടുത്തെ ആദിമ നിവാസികളായിട്ടുള്ള പണിയരും കുറിച്യരും കുറുമ്പരും മാത്രമാണ് അവിടുത്തെ ഉടയവന്മാരായിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ബാക്കിയുള്ള എല്ലാം വന്ന് കുടിയേറ്റക്കാരാണ്. ഞങ്ങളടക്കം, എന്റെ പിതാവടക്കം വയനാട്ടിലെ മുഴുവനും ആളുകളും കുടിയേറ്റക്കാരാണ്. അപ്പൊ അങ്ങനെ കുടിയേറി വന്ന്, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പേരുകളൊക്കെ മലയാള പേരുകളായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മള് ഈ സുൽത്താൻ ബത്തേരി മാത്രം, മീനങ്ങാടി, എന്റെ സ്ഥലം, ഞാൻ ജനിച്ചു വീഴുന്നത് മീനങ്ങാടിയാണ്. അത് മീൻ അങ്ങാടിയായി മാറിയതാണ്. ഏക മാർക്കറ്റായിരുന്നു അവിടെ. മത്സ്യാവതാര ക്ഷേത്രമുള്ളതുകൊണ്ട് മത്സ്യാവതാരം മീൻ അങ്ങാടി എന്നും ഒരു പേര് പറയുന്നത്. എന്തായാലും ശരി, വയനാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു മീനങ്ങാടി. ഞായറാഴ്ച ചന്ത. ആ ഞായറാഴ്ച ചന്തയിൽ നൂറുകണക്കിന് കാളവണ്ടിയിൽ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ എത്തും. ചന്ത കഴിഞ്ഞ് ആ 100 കാളവണ്ടികളിൽ തിരിച്ച് വയനാടിന്റെ ഉൽപ്പന്നങ്ങൾ കർണാടകയിലേക്ക് പോകും. ഇതൊക്കെ കുഞ്ഞുനാളിൽ കണ്ടു വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനൊരു ഈ കൃഷിയുടെ കൈമാറ്റ രീതി അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. 100 കണക്കിന് ഈ കാളവണ്ടി, ആ ഏറ്റവും രസകരമായ കാര്യം, ഈ 100 കണക്കിന് കാളവണ്ടി വരുമ്പോൾ അതിന്റെ ഏറ്റവും ഫ്രണ്ടില് കാളവണ്ടിയിലാണ് ഒരു ഡ്രൈവർ ഉണ്ടാവുള്ളൂ, ഏറ്റവും പിന്നിലും ബാക്കിയുള്ളത് കാളകൾ മാത്രമാണ്. ആ കാളകളുടെ മണിയും അതേപോലെ മുള വെച്ചിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്ന ഇതും ശനിയാഴ്ച രാത്രിയിൽ എന്റെ വീട്ടിൽ ഉറങ്ങുമ്പോൾ
റോഡ് സൈഡിലാണ് എന്റെ വീട്. വളരെ ദൂരത്തു നിന്ന് ഈ കാളവണ്ടികൾ നിരന്ന് വരുന്നതിന്റെ ശബ്ദം ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ കാർഷിക അഭിവൃദ്ധി കൊണ്ട് അങ്ങ് മേലെ ഇരുന്ന് കുരുമുളക്, ഇഞ്ചി, കാപ്പി, എന്തൊക്കെയായിരുന്നു, മഞ്ഞൾ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ. ഇന്നാരും പാടുന്നുണ്ടോ? വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്ന് പറയുന്ന അറബി കാപ്പി. ഞങ്ങളൊക്കെ ഈ കാപ്പി, കുഞ്ഞുനാളിലെ കാപ്പി, ഈ നിലത്ത് വീഴുന്ന കാപ്പി ഞങ്ങൾക്കുള്ള, അത് പെറുക്കി അതിന് അന്ന് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഈ പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്നത് ഈ കാപ്പിയുടെ സമയത്ത് കാപ്പി പെറുക്കലും അണ്ണാൻ തന്ന കാപ്പി അതൊക്കെ ഞങ്ങൾക്കുള്ള. അതുപോലെ കൊഴിഞ്ഞു വീഴുന്ന കുരുമുളക് ഞങ്ങൾക്കുള്ളതാണ്. ആ കാർഷിക വൃത്തിയോടുകൂടെ കൂടെ വളർന്നതുകൊണ്ട് വയനാടിനെ നന്നായി അറിയാം. ആ വയനാടിനെ പഴയ വയനാടാക്കാൻ പറ്റുമോ എന്നെപ്പോഴും ഓരോ പ്രാവശ്യം ചുരം കയറുമ്പോഴും ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വയനാടിന് ഗുണപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിസ്ഥിതി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വയനാടിനെ ആരും മുഖവരയ്ക്ക് എടുത്തിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ക്രിസ്ത്യൻ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഇടുക്കി ജില്ലയ്ക്ക് ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരുമയിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ അതുമില്ല. വയനാട്ടിൽ അങ്ങനെ കുടിയേറ്റക്കാരുടെ ഒരു സമൂഹമല്ല, മിക്സഡ് ആയിട്ടുള്ള ഒരു ജനസമൂഹമാണ് അവിടെ ഉള്ളത്. പലയിടത്തു നിന്നും വന്ന് കർണാടകയിൽ നിന്നും ഗൗഡന്മാര്, പഴയ പ്രമാണികള്, MP വീരേന്ദ്രകുമാറിന്റെ ഒക്കെ ഫാമിലി, കുറെ കോഴിക്കോട് നിന്ന് വന്ന എന്റെ പിതാവടക്കുള്ള കുറെ മാപ്പിളമാര്, അതേപോലെ പാലായിൽ നിന്നും ഈരാറ്റുപേട്ടെന്നൊക്കെ കുടിയേറിയ ചേട്ടന്മാര്, ഇതൊക്കെ കൂടി ചേർന്നതാണ് വയനാട്. ചേട്ടന്മാരും മാപ്പിളമാരും ഈ പറയുന്ന കന്നഡികരും നായന്മാരും മേനോന്മാരും ഒക്കെ കൂടിച്ചേരുന്ന വിവിധങ്ങളായിട്ടുള്ള കുടിയേറ്റക്കാരുടെ ഒരു ഭൂമിയാണ് വയനാട്. ആ വയനാടിന്റെ ആ ഭൂമിശാസ്ത്രം ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് 10 സെന്റും 15 സെന്റുമായിട്ട് ഈ പറയുന്ന റിസോർട്ടുകൾക്ക് വേണ്ടി മാറ്റിമറിച്ച് ഉഴുതുമറിക്കുന്ന, കുന്നുകൾ ഇടിച്ചു തകർക്കുന്ന ഒരിടമായി വയനാട് മാറിയിട്ടുണ്ട്. അതല്ല വയനാടിന്റെ ആവശ്യം. ഇന്ന് ഇത്രയധികം ഈ സുൽത്താൻ ബത്തേരിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ കണ്ടത്. വയനാടിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. കോൺഗ്രസുകാർക്കും വയനാടിനോട് യാതൊരു പ്രതിപത്യമില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കും ഇല്ല. ആകെ കൂടി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു MLA ഉണ്ടാക്കി ഞങ്ങളെല്ലാം കൂടി കൂടിയിട്ടാണ് വർഗീസ് വൈദ്യരെ. മീനങ്ങാടി ഉൾപ്പെടുന്ന സ്ഥലത്ത് ബത്തേരിയിൽ ഒറ്റ പ്രാവശ്യം ഒരു കമ്മ്യൂണിസ്റ്റ്, അതിന് ആദ്യമായിട്ട് നമ്മൾ ജയിപ്പിക്കുന്നത് ഈ വൈദ്യരാണ്. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് MLA അവിടെ ഉണ്ടാവുന്നത്. കോൺഗ്രസിന്റെ കുത്തക സ്ഥലമായിരുന്നു വയനാട്. ഇപ്പം ഈ ഇങ്ങനെ വന്നപ്പം ലീഗിനും കൂടി ബലമുണ്ടായി. മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഈസിയായിട്ട് രാഹുൽ ഗാന്ധി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ പണം വെച്ചാൽ ജയിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ബലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ കുറച്ച് വോട്ട് കൂടാൻ മറ്റേ CPM സാധിക്കുമായിരിക്കും, BJPക്ക് സാധിക്കുമായിരിക്കും. അതിനപ്പുറം വയനാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഘടന അങ്ങനെയാക്കി. ഇപ്പൊ വയനാട്ടിലെ ജനങ്ങൾക്ക് വയനാടിന് വേണ്ടിയല്ല വോട്ട് ചെയ്യുന്നത്. ഒരു മതപരമായ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് അവിടെ നേരത്തെ ഉണ്ടാവാത്ത ഒരു വ്യവസ്ഥ ആണ് ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. കാരണം ബംഗാളി വന്നതുപോലെ ഒരു ഉത്തരേന്ത്യക്കാരൻ വന്നിട്ട് അയാളെ ജയിപ്പിച്ച് വിടേണ്ട ഗതികേടിലാണ് വയനാട്ടിലെ ജനങ്ങളുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് എല്ലാവരും വിഡ്ഢികളാക്കിയിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചു. ഇപ്രാവശ്യം ജയിക്കും, യാതൊരു സംശയമില്ല. കാരണം അവിടെ കോൺഗ്രസും ലീഗും തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകാനുള്ള ബലമൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. വയനാട്ടില് കാർഷിക ജില്ലയായിട്ട് പോലും അവിടെ കമ്മ്യൂണിസ്റ്റുകാരെ മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അതവിടെ ഇനി രാഹുൽ ഗാന്ധി അല്ല, ഇനി കോൺഗ്രസിന്റെ ആരെ കൊണ്ടുപോയി ഒരു കുറ്റിയടിച്ചു നിർത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ ജയിച്ചു പോകും.
അതെല്ലാവർക്കും അറിയാം. അങ്ങനെ രാഹുൽ ജയിച്ചു പോകുന്ന ഒരിടത്ത് പോയിട്ട് നമ്മൾ ആവശ്യമില്ലാതെ ഈ പറയുന്ന ഗണപതി വട്ടവും സുൽത്താൻ ബത്തേരി മറ്റ് ഗണപതി വട്ടാക്കിയിട്ടൊന്നും വയനാട്ടുകാർക്ക് ഒരു ഗുണമുണ്ടാവില്ല. വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇനി അവിടെ ജയിച്ചില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്ന് ചിന്തിക്കേണ്ടുന്നത്, കേന്ദ്രവും ചിന്തിക്കേണ്ടുന്നതാണ്. വയനാടിനൊരു കാർഷിക ജില്ലയായിട്ട് പ്രഖ്യാപിക്കുകയും അവിടെ ഈ ഞാനൊക്കെ കുഞ്ഞിലെ എന്റെ പറമ്പിൽ നിന്ന് 4-5 ലോഡ് ഓറഞ്ച്, അതിങ്ങനെ അഗ്നി പോലെ നിറമുള്ള ഓറഞ്ച് വിറ്റിരുന്ന ആളാ ഞങ്ങള്. ഇന്ന് ഓറഞ്ച് കാണാനില്ല വയനാട്ടില്. അമ്പലവയൽ ഫാമിൽ പോയാൽ വല്ലപ്പോഴും കണ്ടെന്ന് വരും. ലോഡ് കണക്കിന് ഓറഞ്ച്, ഏറ്റവും മധുരമുള്ള, ഞാൻ എന്റെ ജീവിതത്തിൽ പിന്നെ കഴിച്ചിട്ടില്ല. എന്റെ കുഞ്ഞുനാളിലെ എന്റെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഓറഞ്ചിന്റെ രുചി ഇപ്പോഴും മറന്നുപോയിട്ടില്ല. ആ ഒക്കെ പോയി. അവിടെ വയനാടിന് സംഭവിച്ച ഏറ്റവും വലിയ തകർച്ചയുടെ കാര്യം എന്തായിരുന്നു? ഈ മണി ക്രോപ്പ് ഉണ്ടായതാണ്. മൾട്ടി ക്രോപ്പായിരുന്നു വയനാടിന്റെ. ഇന്നും ഞാൻ പറയുന്നു, വയനാട് നിലനിൽക്കണമെങ്കിൽ മൾട്ടി ക്രോപ്പ് വേണം, മണി ക്രോപ്പ് അല്ല വേണ്ടത്. മണി ക്രോപ്പിലേക്ക് പോയതാണ് വയനാടിന്റെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കാര്യം. ആരും ചർച്ച ചെയ്യാത്ത വിഷയമാണ്. പണ്ട് കാപ്പിക്ക് വിലയില്ലെങ്കിൽ മുളകിനുണ്ടാവുമായിരുന്നു, മുളകിൽ വിലയില്ലെങ്കിൽ കാപ്പിക്ക് ഉണ്ടാവുമായിരുന്നു, അതല്ലെങ്കിൽ ഇഞ്ചിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം മിക്സഡായി വന്നപ്പം വയനാടിന് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. മണി ക്രോപ്പ്, മുളകിന് വില വന്നപ്പോൾ എല്ലാവരും മുളകിലേക്ക് പോയി. ബാക്കി എല്ലാ കൃഷിയും അന്യാധീനപ്പെട്ടു. പിന്നെ ലോകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ രാസവളം പ്രയോഗിക്കപ്പെട്ട ഒരു ഇടമാണ് വയനാട്. വാഴക്കൃഷിയിലാണെങ്കിലും ശരി, ഈ കുരുമുളക് കൃഷിയിലാണെങ്കിൽ ശരി, മരുന്നും വളവും കൊണ്ടുവിട്ട് മണ്ണിന്റെ സ്വാഭാവികത മുഴുവൻ നശിപ്പിച്ച ഒരു ജില്ലയാണ് വയനാട്. ആ വയനാടിന്റെ മണ്ണിനെ തിരിച്ചെടുക്കാൻ തന്നെ വലിയൊരു സമയം വേണം നമുക്ക്. വയനാട്, പഴയ വയനാട് തിരിച്ചു വരണം എന്ന് കൊതിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായിട്ട്, ഒരു വയനാട്ടുകാരൻ. അത് കേരളത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. ഇടുക്കിയെ പോലെ ഏറ്റവും വലിയ കുന്നും മലകളുള്ള സ്ഥലമല്ല. ചുരം കയറിക്കഴിഞ്ഞാൽ വളരെ പ്ലെയിനായിട്ടുള്ള സ്ഥലം, ധാരാളം നല്ല കുന്നുകൾ, ഈ ടൂറിസത്തിന് പറ്റിയ മേഖലകൾ, എവിടേക്കും അനായാസം എത്തിച്ചെല്ലാവുന്ന റോഡുകളും കാര്യങ്ങളുമുള്ള, എളുപ്പം വികസിപ്പിക്കാവുന്ന സ്ഥലം. ഇതേപോലെ തന്നെ പഴകൃഷിക്ക് ഏറ്റവും നല്ല മേഖല. അതൊക്കെ കണക്കാക്കിയിട്ട് വേണം വയനാടിനെ കുറിച്ച് ചിന്തിക്കാനും വയനാടിനെ കുറിച്ച് സംസാരിക്കാനും. അല്ലാതെ ഈ പറയുന്ന എന്താണ് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റിക്കൊണ്ട് വയനാട് നന്നാവില്ല. വയനാട് നന്നാവണമെങ്കിൽ വയനാടിന്റെ കാർഷിക രംഗവും ടൂറിസവും ഒക്കെ നന്നാവണം. അവിടെ ഹെൽത്തി ടൂറിസം വരണം. കോൺക്രീറ്റ് ടൂറിസം ഒന്നിനും വയനാടിന് പരിഹാരമേ അല്ല. അവിടെ എത്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഈ പറയുന്ന ഇലക്ഷൻ സമയമെങ്കിലും ജനങ്ങളൊന്ന് ചിന്തിക്കട്ടെ. രാഹുൽ ഗാന്ധിക്ക് ഏതായാലും ഇതൊന്നും ചെയ്തു തരാൻ പറ്റൂല. കാരണം സെൻട്രൽ ഗവൺമെന്റ് BJPയുടെ ഗവൺമെന്റാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാടിന് വേണ്ടി അവിടെ സംസാരിക്കും എന്നൊന്നും ഒരു വിശ്വാസമില്ല. രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ടും ഒരു വിശ്വാസം എനിക്കില്ല. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. താഴോട്ടല്ലാണ്ട് മേലോട്ട് പോയിട്ടില്ല. മേലോട്ട് പോവാൻ ഭാവിയിലെങ്കിലും വയനാടിനെ അറിയുന്ന, വയനാടിന്റെ മണ്ണിലുള്ള നല്ല വയനാട്ടിലെ പ്രവർത്തകര് വരട്ടെ. മണ്ണിനെ സ്നേഹിക്കുന്നവര് അവിടത്തെ ഭരണാധികാരികളായിട്ട് മാറട്ടെ എന്ന് മാത്രമേ ഈ വൈകിയ വേള എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. നല്ലത് വരട്ടെ, വയനാടിന് നല്ലത് വരട്ടെ. ബാക്കി ഇന്നത്തെ ഈ എന്താണ് അന്തിച്ചർച്ച ഈ കേവലം ഒരു മോശമായിട്ട് തോന്നുന്നു. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നതിലേക്ക് ഒരു കേവല ചർച്ചയായിട്ട് വന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അത് വേണ്ടായിരുന്നു. അത് ശരിയായ നടപടിയായില്ല. മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ട് നമുക്ക്. ഏതായാലും ഇനിയൊരു വിഷയമായിട്ട് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.
നമസ്തേ നന്ദകുമാർ. ഒരുപാട് ആൾക്കാരില്ല, എല്ലാവർക്കും സന്തോഷം. തെക്കൻ ജില്ലകളിൽ പോലീസ് കേസ് ആവുന്നവർക്ക് ഇല്ല. അത് ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണ്. ഞങ്ങള് സമാധാന പ്രിയരുന്നു. അവിടെ ക്രിമിനൽസ് ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തില്. അതൊക്കെ 70-ന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. മറ്റത് സത്യസ്ഥ ഗതിയില്ലാത്തവർ കുടിയേറിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ശരിയാണ്. ക്രിമിനലുകളായിട്ടുള്ളവർ കുടിയേറിയ സ്ഥലമൊന്നുമല്ല വയനാട്ടില്. വയനാട്ടിൽ ഗതിയില്ലാത്തവര്, നാട്ടിലെത്തിക്കാൻ ഗതിയില്ലാത്തവരൊക്കെ വയനാട്ടിൽ വന്നിട്ട് വളച്ചു കെട്ടി കൃഷി ചെയ്ത് ഭൂമിയോട് കാടിനോട് മല്ലടിച്ച് കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ച് ഭൂമി ഉഴുത് മറിച്ചിട്ടുണ്ടാക്കിയ ഭൂമി തന്നെയാണ് അവിടെ. പിന്നീട് വയനാടിനെ കൊള്ളയടിച്ചതൊക്കെ മറ്റു ആൾക്കാർ, രാഷ്ട്രീയക്കാർ നന്നായിട്ട് കൊള്ളയടിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, മരം മുറിച്ച് കടത്തിയതും. വയനാടിന്റെ ഏറ്റവും വലിയ ശാപം തേക്കും തോട്ടാന്നേ. വയനാടും നിലമ്പൂരിലും സംഭവിച്ചെന്താണ്? സ്വാഭാവിക വനങ്ങൾ മുഴുവൻ വെട്ടി തേക്ക് നട്ടു. ഇന്ന് കാടിനകത്ത് പച്ചപ്പില്ല. അതിന്റെ കൂടെ കൊന്നയും കൊണ്ട് നട്ടു തെമ്മാടികള്. അവിടെ കാട്ടിനകത്ത് ആനയ്ക്ക് തിന്നാൻ പുല്ല് വേണ്ടേ? കുടിക്കാൻ വെള്ളം വേണ്ടേ? വയനാട്ടിലെ നെല്ലിക്ക, എന്റെ ദൈവമേ, എന്തുമാത്രം നെല്ലിക്ക ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. കുരങ്ങന്മാർക്കൊക്കെ ഇഷ്ടം പോലെ ഫലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ചെറുപ്പത്തിൽ ഞാനൊക്കെ ഈ കാട്ടിൽ കൂടി ഓടി നടന്നാണ്. ബത്തേരി കോളേജ് തന്നെ കാടിന്റെ തൊട്ടടുത്താ. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് ഈ വയനാട്ടിലെ കുടിയേറി വന്നത് ഈ ക്രിമിനൽസ് ഒന്നുമല്ല, നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാരാണ്. വയനാട്ടിലെ ഈ ചീത്ത മനുഷ്യർ അടുത്ത കാലത്താണ് വയനാട്ടിലൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ ക്രൈം റെക്കോർഡിലൊന്നും ഒരു ഇടം കിട്ടാത്ത സ്ഥലമായിരുന്നു. ആകെ കൂടി നമുക്ക് പണ്ട് പറയാനുള്ളത് നക്സലൈറ്റുകളുടെ ഇടമായിരുന്നു വയനാട് എന്നുള്ളത്. അജിതയും പുൽപ്പള്ളി, നമ്മള് പഴയ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരിടം. അതിന്റെ ഭാഗമൊക്കെ ഞങ്ങള് കലാകാരന്മാരായിട്ട്, നക്സലൈറ്റ് പ്രസ്ഥാനത്തിലൂടെ കലാകാരന്മാരായിട്ട് വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. നക്സലൈറ്റ് ആയിരുന്നില്ല കേട്ടോ, നക്സലൈറ്റ് പ്രസ്ഥാനത്തിലൂടെ കലാകാരന്മാരായിട്ട്, അതിന്റെ സാംസ്കാരിക സംഘങ്ങളിലൂടെ കലാകാരന്മാരായിട്ട് വന്ന ആളാണ് ഞാനൊക്കെ. വയനാട്ടിലൊരു ചീത്തപ്പേര് പണ്ട് പറയുന്നത് നക്സലൈറ്റുകളുടെ നാട് എന്നുള്ളത് മാത്രമായിരുന്നു. അതല്ലാതെ വയനാടിന് ഈ പറയുന്ന ദോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സന്തോഷം. നന്ദകുമാർ സന്തോഷം. ഇന്ന് ആളുകൾ കുറവാണ്. ഇപ്പൊ പൊതുവെ അതെ, സെന്റ് മേരീസ് കോളേജ് എന്റെ കോളേജ് അടിപൊളി കോളേജാണേ. നമ്മളെ സെന്റ് മേരീസിന്റെ ചരിത്രത്തിൽ ഒരുപാട് ചരിത്രം കുറിച്ചിട്ടുണ്ട് നമ്മള്. സെന്റ് മേരീസ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതമാണ്. 1980-85 സെന്റ് മേരീസിൽ എന്റെ കലാകാരനാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു കോളേജും കൂടിയാണ്. കലാരംഗത്ത് എനിക്ക് വളരാനും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ജോണി സാറ് പ്രിൻസിപ്പളായിരുന്നപ്പോഴൊക്കെ എന്ത് കാര്യത്തിനും അലി വാ എന്നൊരു പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള നാടാണ് സെന്റ് മേരീസ് കോളേജ്. ഒന്നും മറക്കാൻ പറ്റില്ല. സന്തോഷം. കാരണം അന്ന് വയനാട്ടിൽ ആകെ കൂടി ഒരു കോളേജ് ഉണ്ടായിരുന്നു, നമ്മുടെ കോളേജ് സെന്റ് മേരീസ്. ഞാൻ പഠിക്കുമ്പോൾ ഷിഫ്റ്റാണ്. സുഖമായിരിക്കുന്നു സുരു. അന്ന് 4000 പേരുണ്ടായിരുന്നു കോളേജിൽ, 2 ഷിഫ്റ്റായിട്ട്. എന്ത് ചെയ്യാനാ നന്ദകുമാറെ, പറയാൻ പറ്റില്ല. ഞാനത് താങ്കളുടെ അഭിപ്രായത്തിന് വായിക്കുന്നില്ല. ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും. ഈ പൊക്കി കൊണ്ടുപോയിട്ട് നാരായണത്ത് പ്രാന്തനം പോലെ മേലെ കൊണ്ടുപോയി കല്ലുരുട്ടി മേലെ കൊണ്ടുപോയിട്ട് താഴെ ഇട്ടിട്ട് അത് പോകുമ്പോൾ ചിരിക്കാൻ നമുക്കൊന്നും പറ്റില്ല. നമുക്ക് അത് എന്താണ് മറ്റൊരു ഭാഷയിൽ ഒക്കെ തിരുത്തി പറയാൻ പറ്റുമെങ്കിലും നമുക്കത് ഭ്രാന്തായിട്ട് തോന്നും. അതുകൊണ്ടാണ് നാരായണത്ത് ഭ്രാന്തനെ ഭ്രാന്തൻ എന്ന് വിളിച്ചത്. ആ ഉരുട്ടി താഴ്ത്തിടുമ്പോഴുള്ള സംഗതികൾ, അതിന്റെ വിശകലനമൊക്കെ വേറെ. പക്ഷെ പൊതുവെ പുറത്തു നോക്കുമ്പോൾ മേലെ വരെ ഉരുട്ടി കയറ്റിയിട്ട് മേലെ കൊണ്ടുപോയിട്ട് ഇല്ല. സിനിമ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. യൂട്യൂബിൽ അടുത്ത മാസം ഉള്ളൂ. കാരണം നിങ്ങൾക്കറിയാലോ, ഇപ്പൊ തന്നെ എന്റെ ഒരു ചാനൽ കട്ടായി. എങ്ങനെയായിരിക്കും കട്ടായി? അപ്പൊ ഈ സിനിമ വരുമ്പം റിപ്പോർട്ടിനേക്കാളും കൂടി സപ്പോർട്ട് എനിക്ക് വന്നാൽ മാത്രമേ ഞാൻ സിനിമ ഇടുള്ളൂ. റിപ്പോർട്ടിങ്ങിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് എപ്പോ വരും എന്ന് എനിക്ക് തോന്നുന്നോ. ഇപ്പൊ എനിക്ക് എന്റെ ചാനൽ മമധർമ്മ പ്രൊഡക്ഷൻസ് ചാനലുള്ളത് 10,000-ന് മേലെ ആൾക്കാരുണ്ടെങ്കിലും 7,000 പേര് നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വന്ന അവര് എന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ 2,000 പേരുണ്ട്. എങ്കിൽ പോലും അത് 250-300 പേരാണ് അതിൽ ചാനലിലുള്ളത്. ഈ 300 പേർക്ക് വേണ്ടി ഞാൻ സിനിമ ഇടണോ?
300 പേർക്ക് ഞാൻ സിനിമ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വേണോ? അത് വേണ്ട. അതുകൊണ്ട് അതിനെ റിസീവ് ചെയ്യാൻ തക്ക വിധത്തിൽ നമുക്കൊരു ഓഡിയൻസ് ഉണ്ടാക്കിയിട്ട് മാത്രമേ അതിന് നിങ്ങളെല്ലാം ശ്രമിക്കുക. നിങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് പറയാ, സാറേ അടുത്ത ഇന്ന തീയതി ഇടണം, ഞങ്ങളൊക്കെ റെഡിയാണ് കാണാൻ, എന്നാ ഞാനിടാം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. പുഴ മുതൽ പുഴ വരെ മുഴുവനായിട്ട് ഒരു കട്ടുമില്ലാതെ ആ ലെങ്തില് വിവിധ ഭാഗങ്ങളായിട്ട് ഒറ്റയടിക്ക് സിനിമ തീരില്ല. 3.5 മണിക്കൂർ 3.25 മണിക്കൂറുണ്ട് ആ സിനിമ. നിങ്ങൾ കണ്ട സിനിമയല്ല യഥാർത്ഥ സിനിമ. വെട്ടിമുറിച്ചതാണ് നിങ്ങൾ കണ്ടത്. വെട്ടിമുറിക്കാത്തൊരു സിനിമയുണ്ട്. ആ നാളെ തീർച്ചയായിട്ടും മീനങ്ങാടി സ്കൂളിൽ ഞാൻ വരും, ഉച്ചയ്ക്ക് ഞാൻ വരും. അത് വരാതിരിക്കാൻ പറ്റുമോ? മീനങ്ങാടി സ്കൂളിലെ 65ാം വാർഷികയല്ലേ നാളെ. അതിന് ഞാൻ വന്നില്ലേ പിന്നെ എങ്ങനെയാ തീരുക? അത് എന്തായാലും നാളെ വൈകിട്ട് അവിടെ ഉണ്ടാവും മീനങ്ങാടി. അപ്പൊ എന്തായാലും വയനാട്ടിൽ സുഖമായിരിക്കട്ടെ, നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. ആര് ജയിച്ചാലും, ഇനി രാഹുൽ ജയിച്ചാലും രാഹുലിന് നല്ല ബുദ്ധി തോന്നട്ടെ വയനാടിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്നേ എന്റെ അഭിപ്രായമുള്ളൂ. ആര് വന്നാലും, ആര് ജയിച്ചാലും നമുക്ക് നാട് നന്നാവണം. അത് എല്ലാവരും ശ്രമിക്കും. എല്ലാവരും ശ്രമിച്ച് എല്ലാവരും കാണാൻ തയ്യാറാവുകയാണെങ്കിൽ എന്റെ അടുത്ത് ഒരു 10,000 പേര് പറയാണ് എനിക്ക് ഞങ്ങൾക്ക് സിനിമ കാണണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്ക് 10,000 പേര് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന ദിവസം ഞങ്ങൾ അതിന് റെഡിയായി നിൽക്കും എന്ന് പറഞ്ഞാൽ സിനിമ ഇടാം. ആലപ്പുഴ വരുമ്പോൾ തീർച്ചയായിട്ടും വരാം. ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ആ സിനിമ ഉണ്ടാക്കിയത്. പക്ഷെ ആ സിനിമ കാണാൻ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ബന്ധപ്പെടാവുന്ന ഒരു പരിമിതിയുണ്ട്. 3 വർഷമായിട്ട് എന്റേതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് എനിക്ക് കഴിഞ്ഞിട്ടില്ല. വട്ടപൂജ്യമാണ് ഞാൻ. ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇന്നും ആ സിനിമ ഓടിയതിന്റെ പണം ഇന്നും കിട്ടാനുണ്ട്. ഇനി അത് കോടതിയിൽ പോയി വാങ്ങിക്കണം. ചുരുങ്ങിയ പണം നമുക്ക് കിട്ടുന്നത്. എന്തായാലും സന്തോഷം. എല്ലാവരോടും നല്ലത് വരട്ടെ. ഇലക്ഷൻ 10-15 ദിവസം കഴിഞ്ഞ ഇലക്ഷനായി. എല്ലാവരും വോട്ട് ചെയ്യുക. നല്ലവർ ജയിച്ചു വരട്ടെ. നാട് നന്നാവട്ടെ. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ജയിച്ചു വരട്ടെ. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ രാഷ്ട്രീയത്തിനപ്പുറം ആ മനുഷ്യനോട് ചില കടപ്പാടുകളുണ്ട്. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ 24 മണിക്കൂർ കൊണ്ട് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് ഹൃദയബന്ധം ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടും ഉണ്ട് ഹൃദയബന്ധം. നോക്കുകയാണെങ്കിൽ മിക്കവാറുമായിട്ട് ഹൃദയബന്ധമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൽ കുറച്ച് കൂടുതലുള്ളത് സുരേഷ് ഗോപിയാണ്. കാരണം അത് മറ്റൊന്നല്ല, എന്റെ സിനിമയിലെ ആദ്യമായിട്ട് ഒരു നല്ല വേഷം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അന്നു മുതലുള്ള 92 മുതലുള്ള അടുപ്പമുണ്ട്. 92 മുതൽ ഇത്രയും കാലമായിട്ടും എപ്പോൾ കണ്ടാലും ആ പഴയ ഓർമ്മ പോലെ അലി എന്ന് വിളിക്കുന്ന, സ്നേഹത്തോടെ വിളിക്കുന്ന, എന്റെയും എന്റെ കുടുംബത്തിൽ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു വ്യക്തി നിലയ്ക്ക് അതേപോലെ എന്റെ കുടുംബമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നതാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വ്യക്തിപരമായിട്ട് എന്നെ എപ്പോഴും ബന്ധപ്പെടുന്ന 2 വ്യക്തികളിൽ ഒന്ന് സുരേഷ് ഗോപിയാണ്, ഒന്ന് ശോഭാ സുരേന്ദ്രനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തോട് തൊട്ട് നിൽക്കുമ്പോൾ അവരൊക്കെ ജയിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളെ സ്പർശിക്കുകയും നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് ബന്ധപ്പെടുകയും ചെയ്യുന്നവരാണല്ലോ നമുക്ക് എപ്പോഴും മിത്രങ്ങളായിട്ട് വരുന്നത്. അപ്പൊ മിത്രങ്ങളൊക്കെ ജയിച്ചു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കും. എന്നോട് തൊട്ട് നിൽക്കുന്നവര് ആ അർത്ഥത്തിൽ അതിന് വേറൊന്നും കൊടുക്കരുത്. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. എന്നെ വല്ലപ്പോഴും വിളിക്കുന്നവര്, എന്നെ അങ്ങനെ വിളിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അടുത്ത കാലത്ത് പോയത് മുകുന്ദേട്ടൻ. മാസത്തിൽ ഒരിക്കലെങ്കിലും എന്നെയും കുടുംബത്തെയും വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ എന്നോട് അടുപ്പുള്ള കുറെ ആൾക്കാർ പോയി സിനിമക്കാർ പോയി. എനിക്ക് അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സിനിമക്കാരിൽ രാജൻ പി ദേവ്,
NF വർഗീസ്, അങ്ങനെ തുടങ്ങി എന്നോട് അടുപ്പുള്ളതെന്ന് എന്റെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് പോയപ്പോഴാണ് സിനിമയിൽ നിന്ന് ഞാൻ ഒരു ബാക്ക് അടിച്ചത്. അവരൊക്കെ ഉണ്ടായപ്പോൾ സിനിമ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. അവരോടൊക്കെ ചെയ്ത സിനിമകളൊക്കെ എനിക്ക് ഹിറ്റുമാണ്. പിന്നീട് ആ കുടുംബം എന്ന് പറയുന്ന അവസ്ഥ സിനിമയിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് സിനിമ തന്നെ വേണ്ട എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ആ സുഖം പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. കൊച്ചിനെ അനീഫിക്ക, ഈ പറയുന്ന രാജേട്ടൻ ഒക്കെ അവരോടൊക്കെ കൂടി ചെന്ന് വർക്ക് ചെയ്തപ്പം നല്ല രസമായിരുന്നു. ഒരു വർക്കിന്റെ ഒരു ലോഡും ഇല്ലാതെ തമാശ പറഞ്ഞ് കളി ചിരിച്ച് ജഗദീഷ് ഇവരൊക്കെ അന്ന് അവര് മതിയായിരുന്നു സിനിമയ്ക്ക്. ആ കാലഘട്ടത്തിൽ എത്ര സിനിമ ചെയ്തു? ഒരു വർഷം 3 സിനിമ വരെ ചെയ്ത കാലഘട്ടമുണ്ട്. യൂണിയൻ മണ്ഡലക്ക്, ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെ 1 by 1 ആയിട്ട് ആ ഒരു കൂട്ടായ്മയിൽ ഇഷ്ടംപോലെ സിനിമകളുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കൂട്ടായ്മയൊന്നുമില്ല, ബന്ധങ്ങളില്ല. അങ്ങനെ ബന്ധങ്ങൾ ചുരുങ്ങി പോകുമ്പോൾ നമ്മൾ നിഷ്ക്രിയരാകും കൂടുതലും. രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും അടുപ്പം സൂക്ഷിക്കുകയും ചെയ്യുന്നവരുമായിട്ടാണ് നമ്മളെപ്പോഴും അടുപ്പുണ്ടാവുള്ളൂ. അത് നിഷ്കളങ്കമായിട്ടുള്ള അടുപ്പായിരിക്കണം കേട്ടോ. എപ്പോഴും നിഷ്കളങ്കമായിട്ടുള്ള അടുപ്പമാണ് നമ്മളെ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്ന, തെറി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ധർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു ധർമ്മം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതിനുപരി കൂട്ടത്തിൽ നിന്നവരും ധാരാളം കുത്തി നോവിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. 1921 പുഴ മുതൽ പുഴ വരെ എനിക്ക് ഏറ്റവും വലിയ പാഠമാണ്. ദുരിതങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ദൈവം എന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അത് പുറത്തിറക്കാൻ പറ്റിയത്. പിന്നെ ദൈവത്തെ പോലെ ചില മനുഷ്യരുടെ പേര് പറയാൻ കൊതിയുണ്ട് എനിക്ക്, പക്ഷെ പേര് പറയാൻ പറ്റുന്നില്ല. ആ പിന്നണിയിലുള്ള കുറെ മനുഷ്യരാണ് ആ സിനിമ പുറത്തേക്ക് എത്തിച്ചത്. ഇല്ലെങ്കിൽ ആ സിനിമ പുറത്തിറങ്ങില്ലായിരുന്നു. മറ്റുള്ളവർ ആഗ്രഹിച്ചതുപോലെ അതില്ലാതെ പോകുമായിരുന്നു. അങ്ങനെ ഇല്ലാതെ പോകുന്നിടത്ത് നിന്ന് അതിനെ വെട്ടി നുറുക്കിയിട്ടാണെങ്കിലും ശരി, അത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ കുറച്ച് മനുഷ്യർ എന്റെ കൂടെ ഉണ്ട്. ആ മനുഷ്യരോട് ഞാൻ പേര് സിനിമയിൽ ഇട്ടോട്ടെന്ന് വെച്ചപ്പോൾ നന്ദി ഒരു കാർഡെങ്കിലും ഇട്ടോട്ടെന്ന് വെച്ച് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ എന്നെ വല്ലാതെ സഹായിച്ച വ്യക്തികളുള്ളപ്പോഴാണ് 1 രൂപ പോലും തരാത്ത കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ദിവസവും ഫേസ്ബുക്കിൽ വന്നിട്ട് പലയാട്ട് നടത്തുന്നത്. ചിലപ്പോഴൊക്കെ അസഹനീയമായിട്ട് തോന്നാറുണ്ട്. ഏത് കണക്കാ, എന്തിന്റെ കണക്കാണ്, എന്തിനു വേണ്ടിയാണ് കണക്ക് ചോദിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ചെയ്തത് ലോകത്ത് ഈ കേരളത്തിൽ സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. 4 സിനിമകളായിരുന്നു അനൗൺസ് ചെയ്തത് ഭാര്യ മുന്നത്തെ. അതില് നമ്മളത് മാത്രം പുറത്തിറങ്ങിയില്ലേ. 25 ദിവസം ഓടിയില്ലേ കുറച്ച് തിയേറ്ററാണെങ്കിലും. അതിൽ പേരെ സന്തോഷം എന്താണുള്ളത്? പൊന്നിച്ചാമി ഞാൻ തന്നെയാണ് ചെയ്തത്. പൊന്നിച്ചാമിയിലാണ് സുരേഷ് ഗോപി ആദ്യമായിട്ട് ക്യാരക്ടർ റോളിലേക്ക് വരുന്നത്. അതുവരെ അദ്ദേഹം ക്യാരക്ടർ റോൾ വന്നിട്ടേ ഇല്ല. പൊന്നിച്ചാമിയിലൂടെയാണ് അദ്ദേഹം ക്യാരക്ടർ റോൾ ആദ്യമായിട്ട് കാളക്കാരനായിട്ട്. അജാസെ കണക്ക് വേണമെങ്കിൽ നീ ഇങ്ങോട്ട് പോയാൽ നിനക്ക് കണക്ക് തരാലോ. അജാസ് ഇങ്ങനെ അവിടെ നിന്ന് വിഷമിക്കണ്ട. അജാസിന് കണക്ക് അറിയാനായിട്ട് വല്ലാത്ത വിഷമുണ്ട്. അജാസ് എല്ലാം കണക്ക് കൂട്ടിയിട്ടാണോ ചെയ്യുന്നത്? തരാലോ. അജാസ് നേരിട്ട് വാ, കണക്ക് ഞാൻ തരാം. ഈ പറയുന്ന സുഡാപ്പികൾക്കാണ് ഇതിന്റെ കണക്കറിയാഞ്ഞിട്ട് ഏറ്റവും വിഷമം. അജാസെ 10-30 കോടി ഉണ്ട്, ബാക്കി വെച്ച് ഞാനിങ്ങനെ അട്ടിക്കിട്ടുണ്ട്. അജാസിന് വിഷമം വല്ലതും ഉണ്ടോ? സഖികളുടെ പൈസയല്ലേ.
അജാസിന് എന്താ അത്ര വിഷമം? അജാസിനാണ് സങ്കടം ഇതിന്റെ കണക്ക് പുറത്തെടുക്കാത്തോണ്ട്. എന്നാലും ഒന്ന് കണക്ക് കാണിച്ചുകൂടെ? എത്ര വിനീതമായിട്ടാണ് അജാസ് ചോദിക്കുന്നത് വെച്ചു. എന്നാലും ഒന്ന് കണക്ക് കാണിച്ചുകൂടെ? അജാസെ കണക്ക് കാണാത്ത കാശ് ഒരുപാട് നിന്നേ അതിന്റെ കണക്കൊക്കെ എടുക്കണ കുറച്ച് പറയാം. ഒരു കൊല്ലം പിടിക്കുമോ? സ്വാമി എണ്ണി തിട്ടപ്പെടുത്തണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എണ്ണണ്ടേ? അതുകൊണ്ടാണ് കേട്ടോ. സന്തോഷം. അപ്പൊ സമയം ഒരുപാടായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.